നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു വർഷ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അശ്വതി മുതൽ അത്തം വരെയുള്ള നക്ഷത്രക്കാരെ പറ്റി അവർക്ക് ഈ വിഷു വർഷത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാം നേട്ടങ്ങൾ വരും, എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം, ഈ വിഷു വർഷക്കാലത്ത് സംഭവിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നത് ചിത്തിര നക്ഷത്രക്കാരെ പറ്റിയാണ്. ചിത്തിര നക്ഷത്രം കന്നിക്കൂറിലും തുലാക്കൂറിലുമായിട്ടാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 2026 വിഷുഫലം ജീവിതത്തിൽ വലിയ പ്രായോഗിക മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ് ഈ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ചൊവ്വ അധിപനായ ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കഠിനാധ്വാനം ആവശ്യമായി വരുമെങ്കിലും ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തോടെ സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ തീർച്ചയായും സാധിക്കുന്ന ഒരു വിഷു വർഷക്കാലമാണ്. സുപ്രധാനമായ മാറ്റങ്ങൾ തൊഴിലും സാമ്പത്തികവും, കുടുംബം, ആരോഗ്യം, വിവാഹം, ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങൽ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളുടെയും സാമ്പത്തിക നേട്ടങ്ങളുടെയും ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷം. ഏപ്രിൽ 14 വിഷുവിന് ശേഷമുള്ള ഒരു വർഷം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരംഭിക്കുന്നത് എന്ന് തന്നെ പ്രധാനമായി പറയാം. പൊതുവെ നല്ല അനുകൂല ഫലങ്ങളാണ് ചിത്തിര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. സാമ്പത്തികമായൊരു ഉണർവ്, തൊഴിൽ വിജയം, ഭൂമി ലാഭം, കീർത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷുവർഷകാലത്തിനകത്ത് ഇവർക്ക് അനുഭവത്തിൽ വരും. ഭാഗ്യാനുഭവം 85% നിലവിൽ വരുന്ന ഒരു സമയമാണ്. ഇറങ്ങിത്തിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നന്നായി വരുവാൻ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ആണ്. ഭാഗ്യമാസം എന്ന് പറയുന്നത് ജൂൺ, സെപ്റ്റംബർ, നവംബർ മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ നിങ്ങൾ നന്മ ലക്ഷ്യമിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ല വിജയം കരസ്ഥമാക്കുവാൻ തീർച്ചയായും കഴിയും. തൊഴിൽപരമായി പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജൂണിന് ശേഷം മികച്ച അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. ടെക്നിക്കൽ മേഖല, ഡിഫൻസ്, പോലീസ് എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് ഈ വർഷം വളരെ നല്ല ഒരു സമയമാണ്. അത്തരം മേഖലകളിലേക്ക് തൊഴിൽ തേടുവാൻ തയ്യാറായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ വല്ല ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് ആ രംഗത്തേക്ക് എത്തുവാനുള്ള അവസരം വഴി തുറക്കും. അതായത് ജോലി, ആ മേഖലകളിലേക്ക് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് ആ ജോലി ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഈ വിഷുവർഷം. അപ്രതീക്ഷിതമായ ധനലാഭം സാമ്പത്തികപരമായി ഈ വർഷം ചിത്തിര നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നിന്നായിരിക്കും നിങ്ങൾക്ക് വലിയ സാമ്പത്തിക വിജയങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അല്ലെങ്കിൽ സംരംഭങ്ങൾ, ബിസിനസ് മുതലായവയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അതിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവത്തിൽ വരുവാനും സാധ്യതയുള്ള ഒരു വിഷു വർഷക്കാലമാണ്. കൂടാതെ തന്നെ ഭാഗ്യത്തിൻ്റെ ഒരു കൂട്ടായ്മ, ഒരു പിന്തുണ നിങ്ങൾക്ക് സർവ്വദാ ഈ വർഷം അനുഭവത്തിൽ വരും. അതുകൊണ്ട് തന്നെ ഈ ലോട്ടറി, സമ്മാന പദ്ധതികൾ, ചിട്ടി അല്ലെങ്കിൽ മുൻകാല നിക്ഷേപങ്ങൾ, ഇവയിൽ നിന്നൊക്കെ വലിയ തുക ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ലോട്ടറികളുടെ പിറകെ മാത്രം നടക്കരുത്. ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുകൂലമാണ്. ലോട്ടറിയും ഒരു കാരണമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സമ്മാന പദ്ധതികൾ എന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ധനം നിങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു സാധ്യത മാത്രമാണ്. അത് അനുകൂല സമയമായതുകൊണ്ട് നിങ്ങൾ കയ്യിലുള്ള പൈസ മുഴുവൻ മുടക്കി, കടം വാങ്ങിക്കുന്ന പൈസ മുഴുവൻ മുടക്കി ലോട്ടറി എടുക്കരുത്. എടുക്കണമെന്നൊരിക്കലും പറയുകയുമില്ല. നല്ല സമയമാണെങ്കിൽ നമ്മളൊരു ചെറിയ ശ്രമം നടത്തിയാൽ മതി. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായൊരു ധനം ലോട്ടറിയിലൂടെ ലഭിക്കാൻ അനുകൂലമായ ഒരു സാഹചര്യമാണ് എന്ന് പ്രവചിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഒരു ലോട്ടറി എടുത്താലും മതി. അതിലടിക്കുന്നെങ്കിൽ അടിക്കട്ടെ എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും വലിയ ഭാഗ്യങ്ങൾ വേറെ ലഭിക്കും. ഏതെങ്കിലും ഒരു ഭാഗ്യം ഒരു സ്ഥലത്ത് നിന്ന് ലഭിക്കും എന്നൊരു പ്രവചനം കേൾക്കുമ്പോൾ ഇത് പൊതുവായ ഒരു നക്ഷത്ര ഫലം മാത്രമാണ്. നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥാനം, ദശാസന്ധികൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തിയാൽ മാത്രമേ ജാതകവശാൽ നിങ്ങൾക്ക് നേട്ടം കൃത്യമായി കിട്ടുന്ന ഒരു സമയമാണോ എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുകയുള്ളൂ. ഇത് ഒരു പൊതുഫലം മാത്രമാണ്. അതുകൊണ്ട് ലോട്ടറി എന്നുള്ള പറയുന്ന കാര്യം, അല്ലെങ്കിൽ ചൂതാട്ടങ്ങൾ, ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾ പണം ഇറക്കി ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ സൂക്ഷിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും.
ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വളരെ അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുവാനായി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ നല്ല കാലമാണ്. ഈ സമയത്ത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം, അതിൽ നിന്ന് നേട്ടങ്ങൾ ഒക്കെ ലഭിക്കാൻ അനുകൂല സമയമാണ്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്ന, ഐശ്വര്യം കളിയാടുന്ന ഒരു സമയമാണ്. സന്തോഷവും സമാധാനവും ഐശ്വര്യവുമൊക്കെയായി നിങ്ങൾക്ക് നല്ലൊരു കുടുംബ ജീവിതം ഈ ഒരു വിഷു വർഷക്കാലം അനുഭവത്തിൽ വരും. മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ഭവനത്ത് നടക്കുവാനുള്ള യോഗം കൂടിയുണ്ട്. സഹോദരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുമായിട്ടോ എന്തെങ്കിലും തർക്കങ്ങൾ നിങ്ങൾക്ക് നിലവിലുണ്ടായിരുന്നെങ്കിൽ അതുകൂടി പരിഹരിക്കപ്പെടുന്ന ഒരു നല്ല സമയമാണ്. ആരോഗ്യം ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദം, ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഒന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വേണം. സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വരുത്തുന്നത് നല്ലതാണ്. അതായത് അമിതമായ ദേഷ്യം, അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിനെ നിയന്ത്രിക്കുവാൻ, ശരീരത്തിനൊരു ഉത്തേജനവും പുതുജീവനും ഒക്കെ നൽകുവാൻ യോഗ അല്ലെങ്കിൽ ധ്യാനം തുടങ്ങിയവയൊക്കെ പരിശീലിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ നല്ലതാണ്. വിവാഹത്തിന് നിങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കുന്നൊരു കാലഘട്ടമാണ്. അനുകൂലമായ ഒരു സമയം തന്നെയാണ് വിവാഹത്തിന്. വിവാഹാലോചനകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ മുൻകാലങ്ങളിൽ നടന്നില്ല എന്നുള്ള വിഷമം മാറ്റിവെച്ച് ഒന്നുകൂടി ശ്രമിക്കുക. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലം വളരെ ഉത്തമമാണ് വിവാഹം നടക്കുന്നതിന്. അതുപോലെ ഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു അനുകൂല കാലഘട്ടമാണ് ഈ വിഷുവർഷം. ചിങ്ങമാസം, അതായത് ഓഗസ്റ്റ്, വൃശ്ചികം, അതായത് നവംബർ തുടങ്ങിയ മാസങ്ങൾ ശുഭകരമാണ്. ഈ ഗ്രഹ നിർമ്മാണത്തിന് ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായി കാണുന്നുണ്ട്. വാഹനം വാങ്ങുവാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം വാങ്ങുവാനും നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള ഈ നവരാത്രി കാലങ്ങളിൽ പകുതി വരെയുള്ള സമയത്ത് നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും. ആ സമയത്ത് നിങ്ങൾ വാങ്ങുന്ന വാഹനം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യും. ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം തീർച്ചയായിട്ടും ചിത്തിര നക്ഷത്രക്കാർക്ക് ആ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിലെത്തുന്നതോടുകൂടി നിങ്ങൾക്ക് വളരെ നേട്ടമാണ് ഈ സമയത്ത് വരുന്നത്. നിങ്ങളുടെ കർമ്മമേഖലയിൽ ഈ സമയത്ത് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഏത് രംഗത്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും ആ രംഗത്തെ നിങ്ങളുടെ പ്രവർത്തന മികവ് നല്ല ഫലങ്ങൾ, നല്ല ഗുണകരമായ ഫലങ്ങൾ കൊണ്ടുതരും. അത് നിങ്ങളുടെ വേതനം, ശമ്പള വർധനവ് അല്ലെങ്കിൽ ലാഭത്തിൻ്റെ വർധനവ് എന്നിവയൊക്കെ ആകാം. എന്തായാലും ഈ വ്യാഴത്തിൻ്റെ മാറ്റം ചിത്തിര നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിന് ശേഷം തീർച്ചയായിട്ടും പുതിയ പുതിയ സാധ്യതകളും സാമ്പത്തികമായ പുതിയ സ്രോതസ്സുകളും ഒക്കെ വഴി തുറക്കുവാൻ തീർച്ചയായിട്ടും സഹായിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്കുള്ള മാറ്റമോ ഒക്കെ ലഭിക്കുവാനായിട്ടും സമയം അനുകൂലമാണ്. അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും പുതിയ വലിയ ഓർഡറുകൾ അല്ലെങ്കിൽ പുതിയ എഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളുമായോ കമ്പനികളുമായിട്ടോ ഒക്കെയുള്ള ഉടമ്പടികളൊക്കെ ഒപ്പുവെച്ച് ആ വലിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാനും അവരുടെ ആ രംഗത്ത്, അല്ലെങ്കിൽ അവർ ഒരു പ്രൊഡക്ഷൻ രംഗത്താണെങ്കിൽ അവർക്ക് വിപണിയിൽ അവരുടെ സാധനത്തിന്, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പേരെടുക്കുവാനുമൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഈ വിഷുവർഷം. അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയായതിനാൽ ഈ വർഷം വസ്തു വാങ്ങാനോ വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങുവാനോ ഉള്ള യോഗം വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അങ്ങനെ വീട് പണിയുവാനായിട്ട് നിങ്ങൾ ചിങ്ങം, വൃശ്ചികം, അതായത് ഓഗസ്റ്റ്, നവംബർ മാസങ്ങൾ എടുക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ അത് വളരെ ശുഭകരമായിരിക്കും. വേഗത്തിൽ നിങ്ങൾക്ക് ഒരു തടസ്സമോ മുടക്കമോ ഒന്നുമില്ലാതെ ആ വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷുവർഷം. നിങ്ങൾ കീർത്തിമാനാകും. സമൂഹത്തും രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് പൊതുജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ വാക്കുകൾക്കായി മറ്റുള്ളവർ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചെവിയോർക്കുന്ന, കാതോർക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കുകയും അതിന് നല്ല വില ലഭിക്കുകയും ചെയ്യും. അതായത് നിങ്ങൾ പറയുന്നതിനും നിങ്ങളുടെ പ്രവർത്തിക്കും, നിങ്ങൾ എന്ന വ്യക്തിക്ക് സമൂഹത്തിൽ നിന്നും ആദരവ് ലഭിക്കുന്ന ഒരു സമയമാണ്. ജൂൺ മാസം വരെ നിങ്ങളുടെ ഉദ്യമങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ചില മാനസിക വിഷമങ്ങളും
ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ അതിനെ തരണം ചെയ്യുക. കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം ഏർപ്പെട്ടേക്കാം എന്നല്ലാതെ അത് പൂർണ്ണമായിട്ട് മുടങ്ങിപ്പോകില്ല. ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, അത് നടക്കും. ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി കൂടി അനുകൂലമാകുന്നതോടുകൂടി ആ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം തീർച്ചയായിട്ടും മാറും. അമിതമായ കോപം, അത് നേരത്തെ പറഞ്ഞാണ്, ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ പെട്ടെന്ന് ദേഷ്യം വരാനും അത് മറ്റുള്ളവരുടെ മേൽ പ്രകടിപ്പിക്കുവാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകും. സുഹൃത്തുക്കളുമായോ ജീവിത പങ്കാളിയുമായോ ഉള്ള ബന്ധത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഔദ്യോഗിക തൊഴിൽ മേഖലകളിലൊക്കെ നിങ്ങളുടെ അനാവശ്യമായ കോപം മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ഇടയാക്കും. അതുകൊണ്ട് അത് ഒന്ന് കൺട്രോൾ ചെയ്യുക. ക്ഷമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് നല്ലത്. വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ആഡംബരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ ഒക്കെ വലിയ തുക ചിലവാക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകും. അത് നിങ്ങൾ നിയന്ത്രിക്കുക. അനാവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ധനം ചിലവിട്ട് ദൂർത്തടിച്ച് കളയാതിരിക്കുവാൻ തീർച്ചയായും ശ്രദ്ധിക്കണം. അതുപോലെ വാഹന ഉപയോഗം, വാഹനം ഓടിക്കുമ്പോൾ അമിതമായ വേഗത ഒഴിവാക്കണം. വാഹന അപകടം, വാഹന സംബന്ധമായ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരുവാൻ സാധ്യത ഉണ്ട്. അതായത് ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ ചെറിയ പരുക്കുകളൊക്കെ ഉണ്ടാകും. അത് സാമ്പത്തികപരമായ നഷ്ടവും നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾക്കോ അല്ലെങ്കിൽ വാഹനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് വകകൾക്കൊക്കെ ചെറിയ ചെറിയ പരുക്കുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. അസമയങ്ങളിലും അനാവശ്യവുമായ യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ നിങ്ങളുടെയും, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ളവ, വാഹനത്തിൻ്റെയും എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുക. ട്രാഫിക് റൂളുകൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുക. ആരോഗ്യകാര്യത്തിൽ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾക്ക് അല്പം സാധ്യതയുണ്ട്. അത്തരം എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഇപ്പോൾ അനുഭവപ്പെടുന്നവർ കൃത്യമായ പരിശോധനകൾ നടത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. സാമ്പത്തികപരമായ വാഗ്ദാനങ്ങളിലൊന്നും നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വീഴരുത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പൊലിപ്പിച്ച് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു വസ്തുവായി മാറാൻ വളരെ സാധ്യതയുണ്ട്. അതുപോലെ ഓഹരി വിപണി പോലുള്ള കാര്യങ്ങൾ, ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രാവീണ്യമുണ്ട്, നിങ്ങൾക്ക് കൃത്യമായി അതിനെപ്പറ്റി അറിയാം എന്നുണ്ടെങ്കിൽ മാത്രമേ പണം മുടക്കാവൂ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു തുക തന്നാൽ മതി, ഞങ്ങൾ അത് ചെയ്ത് നിങ്ങൾക്ക് മാസം ഇത്ര രൂപ തരാം എന്ന് പറയുന്ന പദ്ധതികളിലൊന്നും ചെന്ന് തലവയ്ക്കരുത്. അത് നിങ്ങളുടെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. അറിയാവുന്ന ബിസിനസ്സുകളല്ലാതെ മറ്റൊരു ബിസിനസ്സും മറ്റാരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ചെയ്യരുത്. കാരണം മറ്റൊരാൾ പറയുന്നതിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നവർ നിങ്ങളെ കൊണ്ട് തുടങ്ങി വെച്ചിട്ട് അതിനെന്തെങ്കിലും കമ്മീഷനോ ലാഭമോ അവർക്ക് കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് അവർ പോകും. നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരും. പൂർണ്ണമായും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും പേരുദോഷവും മനപ്രയാസവും ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം നിങ്ങൾ അറിയാവുന്ന ഒരു ബിസിനസ്സാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ചുറ്റും ആരുമില്ലെങ്കിലും നിങ്ങൾക്കത് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ട അത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത നിങ്ങളുടെ തലയിൽ വന്നു വീഴുകയില്ല. അതുപോലെ തന്നെ ജാമ്യം നിൽക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. അത് സാമ്പത്തിക കാര്യത്തിന്, അതായത് ലോണ്, ചിട്ടി ഇതുപോലുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, കോടതി മുതലായ കാര്യങ്ങൾക്കോ ആണെങ്കിലും ഈ കാലഘട്ടത്തിൽ ജാമ്യം നിൽക്കുക എന്നൊരു പരിപാടി മാറ്റിവെക്കുന്നതും നിങ്ങളുടെ സമാധാനപരമായ ജീവിതം മുന്നോട്ട് പോകുന്നതിന് നന്നായിരിക്കും. അനുകൂലമായ നിറങ്ങൾ എന്ന് പറയുന്നത് കടും ചുവപ്പ്, വെളുപ്പ്, പച്ച. കടും ചുവപ്പ് നിറം, വെളുത്ത നിറം, പച്ച നിറം തുടങ്ങിയവയാണ്. ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ കളറോ ഒക്കെ ഇത്തരത്തിൽ ക്രമീകരിക്കുന്നത് നല്ലതായിരിക്കും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഈ കടും ചുവപ്പോ വെളുപ്പോ പച്ച നിറത്തിലോ ഉള്ള വസ്ത്രങ്ങളോ വാഹനമോ ഒക്കെ ഉപയോഗിച്ച് പോകുന്നതും നിങ്ങൾക്ക് ശുഭകരമായി കാര്യങ്ങൾ പര്യവസാനിക്കുവാൻ സഹായിക്കും. ശുഭദിനങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. ഈ 2 ദിവസങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും പ്രധാന കാര്യങ്ങളിൽ ഉടമ്പടികളിൽ, എഗ്രിമെൻറ്റുകളിലെല്ലാം സൈൻ ചെയ്യുന്നത്, അഡ്വാൻസ് കൊടുക്കുന്നത്, എഴുതി വാങ്ങുന്നതൊക്കെ നല്ല അനുകൂലമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അത് ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളാണ്.
ഭാഗ്യമാസങ്ങൾ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നവ എന്ന് നിങ്ങൾ കരുതുന്നത്, അല്ലെങ്കിൽ അതീവ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അത് സംരംഭങ്ങൾ നടത്തുക, അല്ലെങ്കിൽ വീട് പണി തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, എന്തെങ്കിലും വില കൊടുത്തൊരു വസ്തു വാങ്ങുക, ഇങ്ങനെ അതീവ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാനായി നിങ്ങൾക്ക് ഭാഗ്യ അനുകൂലമായി നിൽക്കുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് ജൂൺ, സെപ്റ്റംബർ, നവംബർ എന്നീ മാസങ്ങളാണ്. പിന്നെ ഈ വിഷുവർഷം നിങ്ങൾക്ക് ഈ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്ന് തോന്നുന്ന, അതായത് ചില നക്ഷത്രക്കാരുടെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ ജ്യോതിഷപരമായ ചില തടസ്സങ്ങൾ അതിലുണ്ടാകും. അത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരവസ്ഥ ഈ വർഷം ഉണ്ടാക്കും. അങ്ങനെയുള്ള നക്ഷത്രക്കാരെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അത് ഒന്ന് ഉത്രാടം എന്ന നക്ഷത്രമാണ്. ചിത്തിര, ഉത്രാടം നക്ഷത്രത്തിനെ ഈ വിഷുവർഷത്തിൽ ഒഴിവാക്കുക. ചിത്രയുടെ വേദനക്ഷത്രമാണ് ഉത്രാടം. ഇവരുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നത് കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കും നിയമപ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയാക്കുവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ അശ്വതി, ഭരണി, മേടക്കൂറുകാരായ ഇവരുമായി ചേരുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് മാനസികമായ പൊരുത്തക്കേടുകൾ ഉണ്ടാകും. ചൊവ്വയുടെ നക്ഷത്രമായ ചിത്രയും മേടവും തമ്മിൽ പല കാര്യങ്ങളിലും തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പുണർദം, പൂയം, ആയില്യം ഈ കർക്കിടകക്കൂറുകാരായ ഇവർക്ക് 2026 ജന്മവ്യാഴം വരുന്നതിനാൽ ഇവർക്ക് വ്യക്തിപരമായ ഗുണമാണെങ്കിലും ചിത്തിര നക്ഷത്രക്കാരുമായി ബിസിനസ് ചേരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും വരും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ പണനഷ്ടം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെ കൂടി ഒന്ന് ഒഴിവാക്കണം. അതുപോലെ രേവതി നക്ഷത്രക്കാരുമായുള്ള കൂട്ടു ബിസിനസ് ചിത്രക്കാർക്ക് അനാവശ്യമായ ചിന്താക്കുഴപ്പങ്ങളും നഷ്ടങ്ങളും വരുത്തി വയ്ക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നക്ഷത്രത്തെ കൂടി ചിത്തിര നക്ഷത്രക്കാർ കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കുക. ഇനി അനുകൂല നക്ഷത്രങ്ങളെ പറ്റി കൂടി പറയാം. അതായത് നിങ്ങളൊരു സംരംഭം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ചേർത്ത് നിർത്താൻ കഴിയുന്നവർ, അത് മകയിരം, അവിട്ട നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ചൊവ്വയുടെ തന്നെ നക്ഷത്രങ്ങളായ ഇവർ ചിത്രക്കാർക്ക് മികച്ച പിന്തുണ, നല്ല സപ്പോർട്ട് നൽകും. നല്ല നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് മകയിരം, അവിട്ടം നക്ഷത്രക്കാരെ കൂട്ടു ബിസിനസ്സുകളിൽ പങ്കാളിയാക്കാൻ നിങ്ങൾക്ക് കൂടെ ചേർക്കാം. അത്തം, രോഹിണി നക്ഷത്രക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ നൽകും. ചോതി, വിശാഖം ഈ നക്ഷത്രക്കാരുമായുള്ള ബിസിനസ്സും നിങ്ങൾക്ക് നല്ല ലാഭങ്ങൾ കൊണ്ടുവരും. പിന്നെ ചിത്ര നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയായതിനാൽ ചൊവ്വാഴ്ചകളിൽ ബിസിനസ് സംബന്ധമായ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമാണ്. ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ചൊവ്വാഴ്ചയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ശുഭദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ബിസിനസ് സ്ഥാപനത്തിൽ ഭദ്രകാളിയെയോ സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. നിങ്ങൾ സ്ഥാപനം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ഭദ്രകാളിയോ സുബ്രഹ്മണ്യ സ്വാമിയെയോ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ട് തുടങ്ങുന്നത് വളരെ നല്ല ഗുണങ്ങൾ നൽകും. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുകയോ ഭുജംഗപ്രയാത സ്തോത്രം ജപിക്കുകയോ ചെയ്യുന്നത് ചൊവ്വയുടെ ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ ദേവീ ദർശനം നടത്തുന്നത്, അതായത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്, നേട്ടങ്ങളുണ്ടാകും. ഇത് മാനസികമായ നിങ്ങൾക്കൊരു സമാധാനത്തിനും ഐശ്വര്യത്തിനും മനസ്സിനൊരു ശക്തി, ഊർജം ഒക്കെ ലഭിക്കുന്നതിനും സഹായിക്കും. ശനി ദോഷശാന്തിക്കായിട്ട് കന്നിക്കൂറുകാർ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് ഈ ശനിയെ കൊണ്ടുള്ള പീഡകൾ കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. ഈ വിഷുവർഷം വളരെ അനുകൂലമാണ്, മികച്ച ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഏകദേശം 85% സത്ഫലങ്ങളാണ് ഈ കാലയളവിൽ ലഭിക്കുന്നത്. അല്ലറ ചില തടസ്സങ്ങൾ, ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മതിയായ പരിഹാരങ്ങളും ഈശ്വരഭജനയായിട്ടൊക്കെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. മനസ്സിനെ പിടിച്ചു നിർത്തുക, ഏത് പ്രതിസന്ധിയിലും താഴെ വീഴാത്ത രീതിയിൽ, വീണുടഞ്ഞു പോകാത്ത രീതിയിൽ മനസ്സിനെ ശക്തമായി പിടിച്ചു നിർത്താനുള്ള ചങ്കൂറ്റം കാണിക്കുക. പ്രതിസന്ധികൾ ജീവിതത്തിൽ സ്വാഭാവികമാണ്, അതിനെ നമ്മൾ നേരിടുക തന്നെ ചെയ്യണം. അല്ലാതെ നമ്മൾ അപ്പോൾ പിന്തിരിഞ്ഞ് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കുവാനേ കഴിയൂ, ഒരിക്കലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സർവൈശ്വര്യങ്ങൾ നൽകുവാനായി നമ്മുടെ ചുറ്റും ഈ പ്രപഞ്ചം, അതായത് ജഗദീശ്വരൻ അല്ലാതെ മറ്റാരും ഇല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒപ്പം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങുന്ന, നിങ്ങളെയൊക്കെ ആരൊക്കെയോ പിന്തുണയ്ക്കുന്നു, അവരെല്ലാം എൻ്റെ കൂടെ കാണും എന്ന ധൈര്യത്തിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ ഈ കൂടെ നിൽക്കുന്നവരാരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. നിങ്ങൾ തന്നെ ആ പ്രശ്നത്തിനെ
ഫേസ് ചെയ്യേണ്ടി വരും, അവിടെ അതിനെ പരിഹരിക്കേണ്ടി വരും, നേരിടേണ്ടി വരും. എല്ലാം നിങ്ങൾ മാത്രമായിരിക്കും. കൂടെ നിൽക്കുന്നവർ അപ്പോഴേക്കും അടുത്ത വണ്ടി പിടിച്ച് അവനവൻ്റെ കാര്യം നോക്കി പോകും. ആ ബോധ്യത്തോടു കൂടി മാത്രമേ നിങ്ങളൊരു സംരംഭത്തിൽ, ബിസിനസ്സിൽ, തൊഴിലിൽ, എന്തിലും ഏർപ്പെടാകൂ. അത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യം മാത്രം നമ്മൾ ചെയ്യുക. കൂടെ നിൽക്കുന്നവർക്ക് അവർക്കിഷ്ടമുള്ള, അവർക്ക് താല്പര്യമുള്ള സമയം വരെ മാത്രം നമ്മുടെ കൂടെ നിൽക്കട്ടെ. അവർ പോയാലും നമ്മളെ സംബന്ധിച്ച് ഒന്നുമില്ല, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തും എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നല്ല മനസ്സോടുകൂടി, നല്ല ചിന്തകളോടുകൂടി, ഈശ്വര ഭജനത്തോടുകൂടി. ഈശ്വരനെ ഭജിക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയുമോ? മനസ്സ് നിർമ്മലമാവാനാണ്. കുറേ പാപങ്ങളും കുറേ ദോഷങ്ങളും ക്രൂരതകളും ദ്രോഹങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് ചെയ്തിട്ട് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിൻ്റെ മുമ്പിലെല്ലാം കമിഴ്ന്ന് കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ, അങ്ങനെ അതിനെയൊക്കെ നമുക്ക് ഷോ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ അങ്ങനെ പറയും. അങ്ങനെ ഷോ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആരുടെയൊക്കെ കണ്ണ് കെട്ടാൻ കഴിയുമെങ്കിലും മുകളിലിരിക്കുന്ന ആ CCTV ഉണ്ടല്ലോ, അതായത് ഈ പ്രപഞ്ചശക്തി, ജഗദീശ്വരൻ എന്ന് പറയുന്നത്, ജാതി മത വർഗഭേദ രാജ്യഭേദങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു CCTV അങ്ങ് മുകളിലിരിപ്പുണ്ട്. അത് നമ്മുടെ പ്രവൃത്തിയെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾക്ക് കിട്ടാനുള്ള പണി അത് കൃത്യമായിട്ടും കിട്ടും. ഒരു കാര്യം ആലോചിക്കുക, ഇത്രയേ ഉള്ളൂ. ആരെയൊക്കെ ഒളിപ്പിച്ചാലും നമ്മൾ ചെയ്യുന്ന പണിയുടെ കൂലി നമ്മൾ തന്നെ വാങ്ങിയേ പറ്റൂ. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ജോലി ചെയ്യുന്നു, നിങ്ങളുടെ പറമ്പിൽ വന്ന് 4 തേങ്ങ ഇടുന്നു എന്ന് തന്നെ വിചാരിക്കുക. ഞാൻ ആ തെങ്ങിൽ നിന്നും താഴെ ഇറങ്ങിക്കഴിഞ്ഞ് കൈ നീട്ടുമ്പോൾ നിങ്ങൾ എനിക്ക് പൈസ തരും. അതേസമയം മറ്റു വഴിയെ പോകുന്ന ഒരുത്തൻ വന്ന് നിങ്ങളോട് കൈ നീട്ടിക്കഴിഞ്ഞാൽ ഈ തേങ്ങ ഇട്ടതിൻ്റെ പൈസ അവർക്ക് കൊടുക്കുമോ നിങ്ങൾ? ഒരിക്കലുമില്ല. അത് എനിക്കേ തരൂ. അതായത് ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എനിക്ക് തന്നെ കിട്ടും. അപ്പോൾ നല്ല ഫലം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം എനിക്ക് കിട്ടും. അതുപോലെ ദോഷം, ക്രൂരത, ദ്രോഹം, ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ ചെയ്തു വച്ചിട്ട് ആ ഫലം ഞാൻ വാങ്ങൂല, ഞാൻ എവിടെയെങ്കിലും പോയി ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ ഈശ്വരനെ ഭജിച്ച് ആ പാപത്തിൽ നിന്നും രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ കുറേ വഴിപാടും പൂജകളും ഒക്കെ അങ്ങോട്ട് ലക്ഷങ്ങൾ മുടക്കി ചെയ്തിട്ട് ആ പാപത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഒരിക്കലും കരുതണ്ട. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ നമ്മളൊരു ദോഷം പ്രവൃത്തി ചെയ്താലും അതിൻ്റെ പാപവും നമ്മൾ വാങ്ങിയേ പറ്റൂ. അതിൽ നിന്ന് ഒരു കാലത്ത് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല, അത് വാങ്ങിയിരിക്കും, സംശയമില്ല. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി നല്ലത് ചെയ്യുക, ഈ പ്രപഞ്ചത്തിന് വേണ്ടി നല്ലത് ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നിടത്തോളം സ്നേഹിക്കുക. നമ്മളെ ഉപദ്രവിക്കുക, നമുക്ക് ദോഷകരമായിട്ട് നിൽക്കുന്നവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുക. അവരെ വെട്ടിമാറ്റാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മളവിടെ ചെന്ന് അവർക്ക് മുന്നിൽ ചെന്ന് പെടാതെ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ സമാധാന ജീവിതവുമായി മുന്നോട്ട് പോകുക. ആരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാതെ അനർഹമായ വഴികളിലൂടെ സമ്പാദിക്കാതിരിക്കുവാനും ശ്രമിക്കുക. നമുക്ക് 10 രൂപയുടെ വരുമാനമേ ഉള്ളൂ എങ്കിലും കഴിയുമെങ്കിൽ അതിൽ 1 രൂപയെങ്കിലും എടുത്ത് അശരണരായവർക്ക്, അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അത് നമ്മുടെ മനസ്സിന് തരുന്ന സന്തോഷവും സമാധാനവും വളരെ വലുതാണ്. അത് അനുഭവിച്ച് നോക്കുക, അപ്പോഴേ അത് മനസ്സിലാവും. സഹായിക്കുക എന്ന് പറയുന്നത് അത് നമ്മളെ മനുഷ്യരെ തന്നെ വേണമെന്നില്ല. ജീവജാലങ്ങൾ, മൃഗാതിഥികൾ, പക്ഷികളെല്ലാം, എല്ലാത്തിനെയും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികൾക്കും നമുക്ക് കഴിയുന്ന 1 ഗ്ലാസ് വെള്ളം കൊടുക്കാനാണ്, അല്ലെങ്കിൽ 1 വയർ ആഹാരം കൊടുക്കാനാണെങ്കിൽ അത് ചെയ്യുക. ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക. വിശേഷിച്ച് നമ്മളെക്കാൾ അശക്തരായവരെ, നമ്മളെക്കാൾ താഴ്ന്നു നിൽക്കുന്നവരെ നമ്മൾ ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്, നമ്മൾ അവരെ ദ്രോഹിക്കരുത്, അവരുടെ കണ്ണുനീര് വീഴ്ത്തരുത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മൃഗങ്ങളായാലും മനുഷ്യനായാലും ഏത് ജീവജാലങ്ങളായാലും അതിൻ്റെ ഉള്ളിലെ വിങ്ങൽ, ആ തേങ്ങൽ, അത് പ്രപഞ്ചത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെയാണ് അത് ഫീഡ് ചെയ്യുന്നത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രതിപ്രവർത്തനം ഉണ്ട് എന്നുള്ളൊരു പ്രപഞ്ച സത്യം മനസ്സിലാക്കുക. എല്ലാവർക്കും, ഈ ചിത്ര നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമൊക്കെ ഈ വിഷുവർഷ കാലത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.